ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അമ്മമാരെ ചേച്ചിമാരെ വായോ. നല്ല പുത്തൻ പുതിയ ഡിസൈൻ സാരികൾ, അടിപൊളി പാവാടകൾ, പളപളപ്പൻ നൈറ്റുകൾ, വിവിധ നിറങ്ങളിലും ഡിസൈനുകളിലുമുള്ള ബ്ലൗസ് പീസുകൾ. വേഗം വരൂ, വരിവരിയായി വരൂ, സമ്മാനങ്ങൾ നേടൂ, വമ്പിച്ച റിഡക്ഷൻ. സാരി വേണോ ചേച്ചി? വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പൊ വാങ്ങിച്ചോ. മോളെ ചാരു, നീ എന്തിനാ ഇങ്ങനെ തൊണ്ട കീറി വിളിക്കുന്നത്? ഇവിടെ ആലപ്പുഴ മുല്ലയ്ക്കലോ ചങ്ങനാശ്ശേരി ടൗണിലോ ഒരു തുണിക്കട തുടങ്ങിക്കൂടെ നിനക്ക്? അതെ, ഞാനിപ്പൊ ചേച്ചിയെ വിജയിച്ചെന്നാ വിളിക്കുന്നത്. അതുപോലെ ഞാൻ കച്ചവടത്തിന് പോകുന്ന വീടുകളില് രേണുവും നിഷയും മായയും ഒക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് നേരിട്ടറിയാം. കട തുടങ്ങിയ പിന്നെ നിങ്ങൾക്കൊന്നും പേരില്ല. നിങ്ങളെല്ലാവരും കസ്റ്റമേഴ്സായി മാറും. ആ കസ്റ്റമർക്ക് സാരി കൊടുക്ക്, ഈ കസ്റ്റമർക്ക് സാരി കൊടുക്ക്, ഇങ്ങനെയൊക്കെ പറയാനും കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നിങ്ങനെ സംസാരിച്ചും തർക്കിച്ചൊക്കെ ഇരിക്കുന്നതാണ് നല്ലത്. എന്റെ ഇഷ്ടവും അതാ. എന്റെ ആയിരിക്കുന്ന ഒറ്റ വണ്ടി ഉണ്ടല്ലോ, 10 വണ്ടിയാക്കി, ആ 10 വണ്ടിയെ 100 വണ്ടിയാക്കി സഞ്ചരിക്കുന്ന ഒരു തുണിക്കടയുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കും ഈ ചാരുലത. അതാ എന്റെ ലക്ഷ്യം. ദേ ആ ചാരു വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും? ഞാൻ 2 ആഴ്ചയായി പൈസ കൊടുത്തിട്ട്. ഞാനും അതെ. ഇനി അവളുടെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരുമല്ലോ. ആ അതെ അതെ. ശീബ ചേച്ചി, കമലമ്മേ, സിന്ധു ചേച്ചി, മഞ്ജു ചേച്ചി, വേഗം വാ. ദേ കാർഡ് കളക്ഷൻ കിട്ടിയിട്ട് 2-3 ദിവസമായി. വേഗം കൊണ്ടുവാ. ചാരു, 2-3 ദിവസം കണ്ടില്ലല്ലോ. ഒന്നും പറയണ്ട എന്റെ ചേച്ചി. ഞായറാഴ്ച ചമ്പക്കരയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. എന്നോട് തുണി വാങ്ങിക്കുന്ന ഒരു ചേച്ചിയുടെ മോള്. സദ്യ കഴിച്ച് വെയിലുണ്ടെന്ന ക്ഷീണത്തില് ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. തിങ്കളാഴ്ച പിന്നെ ആയില്ലല്ലായിരുന്നോ, കുടുംബക്കാവില് പൂജയ്ക്ക് പോയി. പാലാഴിയിൽ പള്ളി കൊള്ളും ഭഗവാനെ, സർപ്പബലി, മഞ്ഞപ്പൊടി, 100 പാലും, ആകെ ഭക്തിമയം. അല്ല, സർപ്പപ്പാട്ടൊക്കെ അവിടെ നിക്കട്ടെ. 2 നൈറ്റി, 1 പാവാടയും. നൈറ്റി ഒന്നില് പച്ചയില് ചെറിയ പൂക്കള്, മറ്റേതില് മജന്ത കളറില് നീല ചെക്ക്, പാവാടയുടെ നിറം കറുപ്പ്. എന്താ ശരിയല്ലേ? അതെ. ആ, ഇതെല്ലാം കൂടി ആകെ പറ്റ് 550 രൂപ. ഒരു മാസം ഞാൻ നിങ്ങളുടെ പുറകെ നടന്ന് വാങ്ങിയത് 220 രൂപ. ബാക്കി പറ്റ് 330 രൂപ. 2 ആഴ്ചയിൽ 1 രൂപ പോലും തന്നിട്ടില്ല. കാർഡ് എവിടെ? കാശ് എവിടെ? കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. കാശ്? കാർഡ് വേണ്ട, കാശ് മതി. എല്ലാ കണക്കും എനിക്കറിയാം. ഇപ്രാവശ്യം കൂടി ഒന്ന് ക്ഷമിക്ക്. ചേട്ടൻ പണിക്കൊന്നും പോയി തുടങ്ങിയിട്ടില്ല. ചെറിയൊരു അറ്റാക്ക് കഴിഞ്ഞതാ. 2 മാസം റെസ്റ്റ് വേണമെന്ന ഡോക്ടർ പറഞ്ഞ്. ചേട്ടൻ ഈ ആഴ്ച മുതൽ ജോലിക്ക് പോണെന്ന് വിചാരിക്കുന്നുണ്ട്. സാരമില്ല, പൈസ കിട്ടിയിട്ട് തന്നാ മതി. ചാരു, അജിത്തിന്റെ പുതിയ സിനിമയില്ലേ, ആ പാട്ട് സീനില് നായിക ഉപയോഗിച്ച സാരിയില്ലേ, അത് നിന്റെ കയ്യിലുണ്ടോ? അയ്യോ, ഉണ്ടായിരുന്നു ചേച്ചി. ഞാനൊരു കല്യാണത്തിന് എടുത്തോണ്ട് പോയിട്ടെ കഴുകിയിട്ടിരിക്ക. എന്തിനാ ചേച്ചി? എന്തിനാന്നോ, എനിക്കതുപോലെ ഒരെണ്ണം വേണമായിരുന്നു. ആ, അപ്പുറത്തോടെ നോക്കി ഇപ്പുറം കാണുന്ന സാരിയല്ലേ? ആ, ഈ നാട്ടുംപുറത്തോടി അതെടുത്ത് നടക്കാത്തതിന്റെ ഒരു കുറവേ ഉള്ളൂ. ചേച്ചിയുടെ ചേട്ടൻ കേക്കണ്ട. ചേട്ടൻ തന്നെ ആ സാരി വാങ്ങാൻ പറഞ്ഞത്. കൊള്ളാലോ, ഈ നാട്ടിലെ പുരോഗമനല്ലെന്ന് ആരാ പറഞ്ഞ? അങ്ങനെ കുട്ടനാടും ബാംഗ്ലൂരു പോലെ ആയി. സന്തോഷായി ചേച്ചി. ഞാനതെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ടെന്ന് തരാം. ഇപ്പൊ ചേച്ചി ചെല്ലേ. ചേട്ടനോടെ എന്റെ അന്വേഷണം കൂടി ഒന്ന് പറഞ്ഞേക്കണേ. ശരി.
സുമ ചേച്ചി, കാർഡ് കാശ് എവിടെ? ചാരുമോളെ, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഓരോ തവണ ഓരോ കാരണങ്ങളുണ്ടല്ലോ. ഉറപ്പായിട്ട് അടുത്ത ആഴ്ച തരാം മോളെ. ഉറപ്പായിട്ടും തരണേ മോളെ. ഈ സാരിക്ക് എത്രയാ? അതിനോ? അതിന് 500 രൂപ. ചാരുമോളെ, വേണോ? ആ, എനിക്ക് 2 ബ്ലൗസ് പീസ് തരൂ. മുമ്പ് വാങ്ങിയതിന്റെ പൈസ ഇതുവരെ തന്നു തീർത്തിട്ടില്ലല്ലോ. അല്ല ചാരു, എന്റെ നാത്തൂന്റെ മോളെ കല്യാണോ, ഇട്ടോണ്ട് പോവാൻ വേറെ ബ്ലൗസ് ഇല്ലാത്തോണ്ടാ. എന്തൊക്കെ പറഞ്ഞാലും മുമ്പത്തെ പൈസ തരാതെ തരില്ല. ചേച്ചി, ഇനി വാ. ദാ, ഇത് വെച്ചോ. ഞാൻ 2 ചോദിച്ചോളൂ മോളെ, ഇത് 4 ഉണ്ട്. സാരില്ല, അതിരിക്കട്ടെ. ദേ, അടുത്ത ആഴ്ച മുതൽ കറക്റ്റായിട്ട് പൈസ തരണം കേട്ടോ. ശരി മോളെ. എത്രയാ മോളെ വില? വേണോ? ഞാൻ പറഞ്ഞില്ലേ 500 രൂപ. കൊറയത്തില്ലേ മോളെ? ആഹാ, രാവിലെ തന്നെ റൊമാൻസ് തുടങ്ങിയോ? അതൊരു 50 വർഷമായി മോളെ. ആ, നടക്കട്ടെ. ഷൈനി മോളെ, ചാരുമോള് വന്നു. മോളെ ചാരു, ആ? എന്റെ കയ്യിലെ പഴയ 3 പട്ടുസാരി ഉണ്ട്. ആ. അതെടുത്തിട്ടേ ഒരു പുതിയ സാരി തരൂ. അടുത്ത ആഴ്ച എന്റെ മോളെ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടര് വരുന്നുണ്ട്. അവക്ക് കൊടുക്കാനാ. ആ. പെണ്ണ് കാണാനല്ലേ? ആ, ഒരു മിനിറ്റ് നോക്കട്ടെ. സ്പെഷ്യൽ ആയിട്ടൊരു സാരി. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. നന്നായിട്ട് ചേരുന്നുണ്ട്. ചേച്ചി, കൊള്ളാമോ? ആ, കൊള്ളാം. നന്നായി ചേരുന്നുണ്ട്. കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നോക്കട്ടെ. എന്താ ചാരു ഒരച്ചു നോക്കുന്നേ? ഞാനെന്താ നിന്നെ പറ്റിക്കൂ? ചേച്ചി, എനിക്ക് ചേച്ചിയും ചേച്ചിക്ക് എന്നെയും വിശ്വാസം. ഞാനിത് കൊണ്ടുകൊടുക്കുന്ന കടക്കാരന് നമ്മളെ രണ്ടുപേരെയും വിശ്വാസമില്ല. നീ ഇങ്ങനെ മറ്റുള്ളവർക്ക് കല്യാണ സാരി കൊടുത്ത് നടന്നാ മതിയോ? നിനക്കൊരു കല്യാണമൊക്കെ വേണ്ടേ? ചേച്ചി, ഈ ചാരുനെ വേറെയും ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ ആഗ്രഹ സ്വപ്നങ്ങളൊക്കെ വേറെയാ. നിന്നെ സ്വപ്നം കാണുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഈ കുട്ടനാട്ടിലുണ്ട്. അതിലേതെങ്കിലും ഒരു ഭാഗ്യവാൻ നിന്റെ മുമ്പിൽ പെടും. ഈ ചാരുനൊക്കെ ആര് സ്വപ്നം കാണാനാ?